റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന അങ്കിത ഭണ്ഡാരി എന്ന യുവതി കൊല്ലപ്പെട്ട സംഭവം രാജ്യം വലിയ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അങ്കിത BJP നേതാവ് വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റായി ജോലിക്കെത്തിയത്. തുടർന്ന് സംഭവം നടക്കുന്ന രാത്രിയിൽ അങ്കിതയും പ്രതികളും തമ്മിൽ തർക്കം ഉണ്ടായി എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിനു പിന്നാലെ അങ്കിതയെ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയും ബലപ്രയോഗത്തിന് ശേഷം ചില കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോഴിതാ അമ്മയുടെ പ്രതികരണം വീണ്ടും വന്നിരിക്കുകയാണ്. പ്രതികൾക്ക് വധശിക്ഷ കിട്ടുന്നതുവരെ പോരാടുമെന്ന് അങ്കിതയുടെ മാതാപിതാക്കൾ പറഞ്ഞു. കേസിൽ റിസോർട്ട് ഉടമയും 2 ജീവനക്കാരും ഉൾപ്പെടെ 3 പ്രതികൾക്ക് കോടവാറിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെ പൗരി ജില്ലയിലെ യങ്കേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന വനന്ത്ര റിസോർട്ട് ഉടമ പുൽകിത് ആര്യ, മാനേജർ സൗരഭ് ഭാസ്കർ, അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കാണാതായ അങ്കിതയുടെ മൃതദേഹം ഋഷികേശിന് സമീപം ചീല കനാലിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. പ്രതികൾ കൊലപാതകം നടത്തിയ ശേഷം ഇവർ റിസോർട്ടിൽ തിരിച്ചെത്തുകയും അങ്കിതയെ കാണാനില്ലെന്ന് ഇവർ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് ആവട്ടെ 3 ദിവസത്തിന് ശേഷമാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് അങ്കിതയെ കാണാതായി 6 ദിവസത്തിന് ശേഷം ചീല കനാലിൽ നിന്ന് അങ്കിതയുടെ മൃതദേഹം കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം മുങ്ങിമരണമാണെന്നാണ് റിപ്പോർട്ട്. അങ്കിതയുടെ ശരീരത്തിൽ മരണത്തിന് മുൻപ് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ പീഡനം നടന്നിട്ടില്ലെന്നായിരുന്നു പരിശോധനാ ഫലം. അതിനിടെ അങ്കിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. ഉറ്റ സുഹൃത്തായ പുഷ്പിന് അങ്കിത അയച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. റിസോർട്ട് ഉടമകൾ അങ്കിതയെ മറ്റു റൂമുകളിലേക്ക് പോവാൻ നിർബന്ധിച്ചിരുന്നു. ഈയൊരു ചാറ്റാണ് കണ്ടെത്തിയത്. റിസോർട്ട് ഉടമയും മാനേജർമാരും അതിഥികൾക്ക് താൻ പ്രത്യേക സേവനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. അങ്കിത വെളിപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ്. താൻ പാവപ്പെട്ട ആളാണെങ്കിലും 10,000 രൂപയ്ക്ക് ഇത്തരത്തിൽ ഒന്നും ചെയ്യില്ല എന്ന് സുഹൃത്തിന് അയച്ച വാട്സപ്പ് ചാറ്റിൽ അങ്കിത പറഞ്ഞിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായതും ഈ വാട്സപ്പ് ചാറ്റുകളായിരുന്നു. അങ്കിതയുടെ മരണശേഷം പുഷ്പ് ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു. സെപ്റ്റംബർ 18-ാം തീയതി മുതലാണ് അങ്കിതയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ദിവസങ്ങൾക്ക് ശേഷം ഋഷികേശിലെ ചില്ല പവർ ഹൌസിനടുത്ത് കനാലിൽ നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ റിസോർട്ട് ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലക്കേസിൽ റിസോർട്ട് ഉടമയെ അറസ്റ്റ് ചെയ്തതോടെ വിനോദ് ആര്യയെയും മറ്റൊരു മകൻ അങ്കിത് ആര്യയെയും BJPയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അന്ന് സംസ്ഥാന സർക്കാരിൽ വഹിച്ചിരുന്ന ക്യാബിനറ്റ് പദവിയിൽ നിന്ന് വിനോദ് ആര്യയെ നീക്കിയിരുന്നു. പിന്നീട് പൊതുജനരോക്ഷം ആളിക്കത്തിയതോടെയാണ് പുൽകിത് ആര്യയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തത്.